ഫാബ്രിക്കാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പോളികോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പോളികോട്ടൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പോളിസ്റ്ററും കോട്ടനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ പോളി കോട്ടൺ, അത് പോളി സ്ലബ് കോട്ടൺ ഒക്കെ കൊണ്ടുവരാറുണ്ട്. ഇത് വെറും പോളി കോട്ടൺ ആണ്, സ്ലബ് കോട്ടൺ അല്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 79 rupees പെർ മീറ്റർ ആണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഒരേ ഡിസൈൻ ഒരേ കളറൊന്നുമല്ല, ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഒരു പീച്ച് കളർ എന്ന് പറയാം, ആ ഒരു കളറിലേക്ക് പോകുന്ന ഒരു ഡിസൈനിലാണ്. ഇതിൻ്റെ ഡിസൈൻ പറയുമ്പോൾ മാംഗോ പ്രിൻ്റ് ആണ്. ഇങ്ങനെയാണ്. ഈ പോളിക്കോട്ടൺ എന്ന് പറയുന്നത് പോളിസ്റ്ററും കോട്ടണും മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞല്ലോ. 65% കോട്ടണും 35% പോളിസ്റ്ററും കൂടി മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഫാബ്രിക് കുറേ അധികം ലാസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആയതുകൊണ്ട് ചൂടെടുക്കുമെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം പോളിസ്റ്റർ കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ. നമ്മൾ കോട്ടൺ ഇടുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കില്ല, കുറച്ച് ചൂടെടുക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരുപാട് പേരുണ്ട് ഈ പോളി കോട്ടൺ ലവേഴ്സ് എന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് 79 rupees പെർ മീറ്റർ ആണ്. ഇനി ഇതിൻ്റെ തന്നെ വേറെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. ഗ്രീനിനകത്ത് ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈനാണ്. പിന്നെ ബൂട്ട് തന്നെയാണ്, അടുത്തടുത്തടുത്ത് കൊടുത്തിട്ടുള്ള ബൂട്ടയാണ്. ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻ്റാണ്. ഈ പോളിസ്റ്റർ ബേസ് ആയിട്ടുള്ള ഫാബ്രിക് വരുമ്പോൾ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് സാധാരണ എൻ്റെ പ്രിൻ്റ് പോകാറുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നമുക്കിത് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. പിങ്ക് കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് അല്ല, ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ടോണിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. കുറച്ചധികം കളർ നമുക്ക് തോന്നിക്കുന്ന പോലത്തെ ഒരു കളറാണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുന്നത് ബൂട്ടയാണ്. ഇതിനകത്തൊരു എന്താ പറയുക, ഒരു കോഫി ബ്രൗൺ എന്ന് പറയാം, ആ ഒരു കളറിനകത്തേക്കാണ് ഇതിൻ്റെ ബേസ് കളർ പോകുന്നത്. മാർബിൾ ഡിസൈൻ പോലത്തെ ഒരു പ്രിൻറ്റും കൂടെ ആ ബേസ് കളറിനകത്തുണ്ട്. ഓഫ് വൈറ്റ് കളറിലുള്ള ബൂട്ട പോലത്തെ ഒരു പ്രിൻ്റാണ്. അതിൻ്റെ കൂടെ ഡോട്ടും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പോൾഗ ഡോട്ട്സ് ഒക്കെ പോലത്തെ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ 2-3 കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡാർക്ക് പീച്ച് കളറിലാണ്. ഇതിനകത്തും ആ ഒരു മാർബിൾ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ബ്ലൂ കളറിലുള്ളതാണ്. 79 rupees തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് വരുന്നത് ബ്ലൂവിനകത്തേക്ക് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പ്രിൻ്റാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ച് കളർ തോന്നിക്കുന്ന പോലത്തെ ഒരു കളറിൽ. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. എല്ലാ ഫാബ്രിക്കിനും ഉണ്ടല്ലോ അകവും പുറവും. ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു മെഹന്തി യെല്ലോ കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിലെല്ലാം തന്നെ ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ കാണാം ഒരു മാർബിൾ ഡിസൈൻ പോലെ ഇതിനകത്തൊരു പ്രിൻ്റ് പോകുന്നുണ്ട്. ഇതിൻ്റെയും നല്ല ഭാഗം ഞാൻ കാണിച്ചു തരട്ടെ. ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത്. ഇതെല്ലാം 40 to 43 ആ ഒരു വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറാണ് നെക്സ്റ്റ് വൺ കാണുന്നത്. ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ, ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് വൺ ഒരു പീച്ചിൻ്റെ ഡാർക്ക് ടോൺ എന്ന് പറയാം. അതിനകത്ത് തന്നെ ബൂട്ട പോലത്തെ ഒരു പ്രിൻ്റാണ്. ഈ ജയ്പൂർ ഡിസൈൻ പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സെൽഫായിട്ട് പീച്ചിൻ്റെ തന്നെ ലൈറ്റ് ടോണിലുള്ള ചെറിയൊരു ഡോട്ട് പോലത്തെ ഒരു പ്രിൻറ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ കാണുന്നത് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു സ്ക്വയറിനകത്തേക്ക് പ്രിൻറ്റുകളാണ് പോകുന്നത്. പീച്ച് തന്നെയാണ് ബേസ്, പീച്ചും ഓഫ് വൈറ്റും കളറിലുള്ള പ്രിൻ്റാണ്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ 2 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ യെല്ലോ, ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് എന്ന് പറയാം. യെല്ലോ അല്ല, ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡിനകത്ത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്രിൻറ്റിനകത്തേക്കാണ് ചെറിയൊരു പ്രിൻ്റ് പോകുന്നത്. ചെറിയൊരു ലീഫിൻ്റെ പ്രിൻ്റ് എന്നൊക്കെ അങ്ങനെ തോന്നിക്കുന്ന ഒരു പ്രിൻ്റാണ്. ഇത് തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ഒരു ടർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്ലൂ കളറിന് അതിൻ്റെ ഒരു പ്രിൻ്റാണ്. ആ കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ജിയോമെട്രിക് പാറ്റേണിലുള്ള ഡിസൈൻസ് ഇതിനകത്ത് ഇങ്ങനെ മൊത്തം സ്പ്രെഡായ പോലത്തെ ഒരു ഡിസൈനാണ്. പിങ്ക് കളറാണ് ഇതിൻ്റെ ബേസ് കളർ പോകുന്നത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇത് മാർബിൾ ഡിസൈൻ പോലെ അതിൻ്റെ ബേസ് കളറിൽ പോകുന്നുണ്ട്. പിന്നെ കാണുന്നത് ബ്ലൂ കളറിലാണ്.
ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടത് പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ്. 79 രൂപ പെർ മീറ്റർ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. 40 to 43 ഇഞ്ച് ആ ഒരു ഇതിനകത്താണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.